പക്ഷേ അവളും കൂടെ സമ്മതിച്ചിട്ടാണല്ലോ ഇത് നടന്നു. അവൻ ചെയ്തൊരു തെറ്റ്. അവൻ്റെ അമ്മ ഒരു സ്ത്രീയാണോ, അവൻ്റെ സഹോദരി സ്ത്രീയാണോ, അവൻ്റെ ഭാര്യ സ്ത്രീയാണോ? അപ്പോൾ ഇവനുണ്ടാകുന്ന അപമാനം ആ കുടുംബത്തിലെ ആ സ്ത്രീകളും കൂടി അനുഭവിക്കുക. വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിക്കുന്നവരടുത്ത് എനിക്കൊരു ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, നിങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പിന്നെ ഈ ഇന്നലത്തെ പത്രത്തിൽ ഈ ഒരു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക നമ്മുടെ സ്ഥിരമുള്ള പരിപാടിയാണ്. പക്ഷേ ഇതിപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും പറഞ്ഞൊരു വാർത്ത കണ്ടു. അത് ഇന്നലെയല്ല, മിക്കവാറും നമ്മൾ ആഴ്ചയിലത്തെ പത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് വാർത്തകൾ ഇതേപോലെ വരുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി. ഈ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ലോട്ടറി ഒരു വാഗ്ദാനമാണ്. 1ാം സമ്മാനം 1 കോടി രൂപ, 2ാം സമ്മാനം മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് അവസാനം 100 രൂപ വരെയുള്ള പ്രോത്സാഹന സമ്മാനം വരെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ പിന്നെ എന്താണ് കട്ടയം പഠിക്കേണ്ടത് പോയ വെയ്രാജാബായി 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും എന്ന് പറയുന്നത് തന്നെയാണ്. പിന്നെ അതേപോലെ ഈ ഓണ സമയം ആകുമ്പോഴത്തേക്ക് 2 ഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ ഒരു ജട്ടി ഫ്രീ. അത് മാത്രമല്ല, ഈ 1ാം സമ്മാനം ഫാന്, 2ാം സമ്മാനം കിടക്കപ്പായ, 3ാം സമ്മാനം ചിരവ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് വരണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വാഗ്ദാനം എന്ന് പറയാം. വാഗ്ദാനമാണ്, ആളുകളെ ആകർഷിക്കാൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ എന്താണ് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും ഓരോ വാഗ്ദാനങ്ങൾ തരും. പക്ഷെ അതൊക്കെ നമുക്ക് സഹിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നവളുമാരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ. അത് ഇപ്പോഴത്തെ ഒരു പുതിയൊരു ഫാഷനായിട്ട് വന്നേക്കാണ്. അതായത് ഇപ്പം ഞാനും ഒരു സ്ത്രീയുമായിട്ട് ഒരു ദിവസത്തെ പരിചയം ഉണ്ടെന്ന് വെച്ചോ, എനിക്കെതിരെ വേണമെങ്കിൽ അവൾക്ക് കൊണ്ട് പരാതി കൊടുക്കാം. എങ്ങനെ? ഞാൻ വിവാഹ വാഗ്ദാനം ചെയ്തു, പീഡിപ്പിച്ചു. ചിലപ്പോൾ ഞാൻ പേടിപ്പിച്ചതായിരിക്കും, അതിനെ തിരിച്ച് പീഡിപ്പിച്ചെന്നാക്കി എടുക്കാം. അത് മാത്രമല്ല, മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബലാത്സംഗം, പിന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചു, പിന്നെ തിരിച്ച് ബസ്സിനകത്ത് വന്ന് അനാവശ്യമായിട്ട് അത് കാണിച്ചു, ഇത് കാണിച്ചു. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡെന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇന്നലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പയ്യൻ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. പെൺകുട്ടി ഗവേഷണം നടത്തുകയാണ് ഏതോ ഒരു വിഷയത്തിൽ, ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ. എനിക്ക് തോന്നുന്നു ഇവിടെ തിരുവനന്തപുരത്തുള്ളതിൻ്റെ പുള്ളിക്കാരി ഈ തിരുവനന്തപുരംകാരിയല്ല, വേറെ ഒരു അന്യ ജില്ലക്കാരിയാണ്. അപ്പോൾ ഗവേഷണം നടത്തുകയാണ്. അപ്പോൾ അത്രയും ബുദ്ധിയും വിദ്യാഭ്യാസവും വിവരവും ലോകവിവരമൊക്കെ ഉള്ള ആളാണ്. ഇവിടെ എന്തിനാണ് ഈ ഗവേഷണത്തിന് പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ തന്നെയാണ് കാരണം. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഈ പറയുന്നത് പോലെ ഇത് ഗവേഷണ വിദ്യാർത്ഥി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞു, പിന്നെ അവൻ വിവാഹിതനായിരുന്നു, പക്ഷെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണെന്ന് പറയുന്നു. വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ നമ്മുടെ നാട്ടിൽ ഒരു പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ നിയമം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരിക്കലും ഇവര് കുറ്റം പറയുന്നതിലുപരി നിയമമാണ് ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പേടിയാണ്. എന്തെന്നറിയാമോ? എനിക്ക് സത്യം പറഞ്ഞാൽ ചേട്ടാ, ഇതിൻ്റെ എന്താ വെച്ചാൽ, ഒന്നാമത് നമ്മൾ ഏതെങ്കിലും ഒരു കടയിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ നമ്മൾ യാദർച്ഛികമായിട്ട് പോവേണ്ടി വന്നാൽ, അപരിചിതമായിട്ടുള്ളൊരു വീട്ടിലായാലും ശരി, പരിചിതമായിട്ട് പോവേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായി ഞാൻ കയറില്ല അതിനകത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. കാരണം നമ്മളിപ്പോൾ ചില ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു സ്റ്റേഷനറി ഷോപ്പിലായിരിക്കും പേനയോ അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അകത്ത് കയറി നോക്കണമെന്നുണ്ട്. പക്ഷേ പേടിച്ചിട്ടാണ്. പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ നാളെ പറയാണ് എന്നെ കയറി അയാൾ അപമര്യാദയായി പെരുമാറി. ചിലപ്പോൾ ഈ പേന എടുക്കുമ്പോഴായിരിക്കും കയ്യിലൊന്ന് തട്ടുന്നത്. എന്നെ കൈ കയറി പിടിച്ചു, അല്ലെങ്കിൽ കയ്യിൽ മോശമായി സ്പർശിച്ചു. ഇതൊക്കെയാണ്. ഇങ്ങനെ വല്ല ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ഞാനിപ്പോൾ കുറേ ഇതിൽ പരിശോധിച്ചതിന് പ്രകാരം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം പരാതികൾ ഇല്ല. ചില സംസ്ഥാനങ്ങളിൽ അപൂർവമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതി വരുന്നത് കേരളത്തിലാണ്. അത് 1-2 അല്ലെന്നേ, എത്രയോ പരാതികൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും വന്നു ഈ വിവാഹ വാഗ്ദാനം നൽകി. ഇനിയിപ്പോൾ ഇവളെന്ത് ചെയ്യും? ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവൻ റേപ്പ് ചെയ്യുകയായിരുന്നുവെങ്കിൽ ശരി, നമുക്കത് സമ്മതിക്കാം.
പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് രണ്ടുപേരുടെയും സമ്മതപ്രകാരം രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവൻ വിവാഹിതനാണെന്നുള്ള വിവരം മറച്ചു വയ്ക്കുകയോ എന്തോ ചെയ്തോട്ടെ, മറയ്ക്കുകയോ അനിയനെ അവൻ പറഞ്ഞോട്ടെ ഞാൻ ഗന്ധർവനാണ്, ഞാൻ വേഷം മാറി വന്ന് ഇവിടെ ജോലി ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ശരി, ഓക്കെ ആയിക്കോട്ടെ. പക്ഷേ അവളും കൂടെ സമ്മതിച്ചിട്ടാണല്ലോ ഇത് നടന്നത്. അതെ. ഇനി എന്ത് ചെയ്യും? അവൻ്റെ സകല ചിലപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സമ്മതിച്ചു. ഇവൻ്റെ സകല ചരിത്രം, കാരണം ഇവൻ വിവാഹിതനാണെന്നും കുട്ടികളുടെ അച്ഛനാണെന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാമായിരിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. പക്ഷേ ഇവർ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റിപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു കേസ് കൊടുത്തത്. ഇനിയിപ്പോൾ എന്താണ്? അവൻ്റെ പടം അടിക്കുക. ഇനിയിപ്പോൾ അവൻ്റെ അണ്ടർവെയറിൻ്റെ അളവ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം മനോരമ പത്രത്തിലുണ്ട്. അവൻ്റെ പേര്, വീട്ടുപേര് എല്ലാം ഉണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൻ ചെയ്തൊരു തെറ്റ്. അവൻ്റെ അമ്മ ഒരു സ്ത്രീയാണോ? അവൻ്റെ സഹോദരി സ്ത്രീയാണോ? അവൻ്റെ ഭാര്യ സ്ത്രീയാണോ? അപ്പോൾ ഇവനുണ്ടാകുന്ന അപമാനം ആ കുടുംബത്തിലെ ആ സ്ത്രീകളും കൂടി അനുഭവിക്കുകയാണ്. തീർച്ചയായിട്ടും അനുഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അനുഭവിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ മുഖമില്ല, ഒന്നുമില്ല, അവളെ അഡ്രസ് ഇല്ല, അവളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒന്നുമില്ല. ഇനി ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ തന്നെ അത് ആരോടും പറയാനും പാടില്ല. അവളെ സ്വന്തം പേര് വരെ അജ്ഞാതമായി. ഇല്ല, അവൾക്കിപ്പോൾ ഇനി ഗവേഷണം ഇതൊക്കെ പൂർത്തിയാക്കി അവൾ എവിടെയെങ്കിലും ജോലിയൊക്കെ വാങ്ങിച്ചാൽ അവൾ ഒരു വിവാഹം കഴിച്ച് പോയ പോലെ അയാളെ മറച്ചു വെച്ചിട്ടായിരിക്കും അവൾ വിവാഹം കഴിക്കുന്നത്. എനിക്കാണ് അവൾ ഗവേഷണം ചെയ്യേണ്ടത് ഇതിനൊന്നും അല്ല, തേപ്പിന് വേണ്ടിയാണ് ഗവേഷണം ചെയ്യേണ്ടത്. എന്തായിരുന്നാലും ഇത് ആളുകളെ മനഃപൂർവ്വം ഇവിടുത്തെ കോടതികൾ എത്രത്തോളം നിയമവ്യവസ്ഥ എത്രത്തോളം ഒരു ഇതാണെന്നുള്ള കാര്യമാണ് ഞാൻ മണ്ടത്തരം വിട്ടിത്തല്ലേ ഈ കാണിക്കുന്നത്. ഇതെടുത്ത് കളയട്ടെ. ശരി, വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ഈ ഒരു സംഭവം വേണ്ട എന്ന് പറഞ്ഞെടുത്ത് കളയട്ടെ എന്നും പറഞ്ഞെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പരാതി കൊടുക്കാൻ പറ്റുമോ? മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു പെണ്ണിനെയും കൊണ്ട് 14 സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ 28 സ്ഥലത്ത് പോയി. ഇതെല്ലാം ടൗണിലുള്ള ഹോട്ടലുകളിലാണ് പോയിട്ടുള്ളത്. തിരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അവൾ അറിയണത് അത് പീഡനമാണെന്ന്. ശുദ്ധ മനസ്സായതുകൊണ്ടായിരിക്കും അല്ലേ? ആയിരിക്കാം അല്ലേ? അങ്ങനെ അറിയാൻ പറ്റൂല. അല്ല, ശുദ്ധ മനസ്സ് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കും കാര്യം എന്താണെന്നുള്ള കിളിയും തട്ട് കളിയെന്ന് വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ എന്തായിരുന്നാലും പിന്നെ ഇതൊരു ഒരിക്കൽ ഇപ്പോൾ 2 മാസം മുമ്പ് നെയ്യാറ്റിൻകര ഇതുപോലൊരു സംഭവം ഉണ്ടായല്ലോ. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളൊരു സംഭവം വന്നു. കോടതി തെളിവുകളുടെ അഭാവത്തിൽ അവനെന്ത് ചെയ്തിട്ടില്ല. അവസാനം കോടതി ഈ പയ്യനെ വെറുതെ വിട്ടു. ഒരു മനോരമയിൽ ഒരു ചെറിയ കോളം ഉണ്ടായിരുന്നു. ശരിയാണ്, ഓർക്കുന്നുണ്ടോ? അപ്പൊ അതായത് അവൾക്കെതിരെ ഒരു കേസുമില്ല. ഇപ്പൊ കോടതി തെളിവുകളുടെ അഭാവത്തിലല്ല എന്ത് കോപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിയെ വെറുതെ വിട്ടാലും ഈ പരാതി കൊടുത്താൽ, അങ്ങനെയാണെങ്കിൽ ഈ പരാതി കൊടുത്തത് വ്യാജ പരാതി ആയിരിക്കണമല്ലോ. തിരിച്ച് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ തിരിച്ചൊരു കേസ് കൊടുത്തൂടെ? ഇല്ല, പറ്റില്ല. ഒരു പെണ്ണിനെ, അതായത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി എന്നെ ഒരു പെണ്ണ് പറ്റിച്ചു ഇല്ല എന്നും പറഞ്ഞ് എനിക്ക് അതിൽ വേറൊരു കാര്യം കൂടി നോക്കണം. അതായത് ഇവിടെ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു, അവസാനം അവള് കാല് മാറി എന്നും പറഞ്ഞ് എനിക്ക് അവൾ എന്നെ ബലാത്സംഗം ചെയ്യുന്ന അവൾക്കും ബലാത്സംഗം ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ അങ്ങ് വന്നാലും ചിലപ്പോൾ അവൾ സ്ത്രീക്ക് ബലാത്സംഗം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൾക്കെതിരെ ചിലപ്പോൾ കേസ് വരും. എന്തെന്നറിയാമോ? ഇങ്ങനെയാണോ അടി നീ പ്രേമിക്കാൻ പോയത്, ഇങ്ങനെയാണോ അടി നീ കെട്ടാൻ പോയത് എന്ന് ചോദിച്ചിട്ട് കേസ് വരും. അങ്ങനെയുള്ളൊരു കേസേ വരുള്ളൂ, അല്ലാതെ വേറെ കേസൊന്നും വരില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഒറ്റ കേസ് കൂടെ വരാനുള്ളൂ. എന്താണ്? ബാക്കി കംപ്ലീറ്റ് ആയി. പണ്ട് ബലാത്സംഗമായി, പിന്നെ അത് അവിടെ പിടിച്ചെന്നായി, ഇതായി. ഇപ്പൊ അവസാനം വന്ന് നിൽക്കണ ഏതിലാണ്? വിവാഹ വാഗ്ദാനം നൽകി. അതായത് സ്ത്രീത്വത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുള്ള, പിന്നല്ല സ്ത്രീകളെ തന്നെ അപമാനിക്കാനായിട്ട് കച്ച കെട്ടി ഇതേപോലത്തെ കുറെ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു സ്ത്രീ ലോട്ടറി വിൽക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളാരും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന സ്വഭാവമില്ല. പക്ഷെ ജോലി ചെയ്ത് അവർ ജീവിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആകെ 50 ലോട്ടറിയാണ് വിൽക്കുന്നത്. അതായത് 6 50 ഒരു ലോട്ടറി കിട്ടുന്നത്. അപ്പൊ ഇപ്പോഴും ഇരിപ്പുണ്ട് 6 5 30 ഒരു 300 രൂപയ്ക്ക് 300 മറന്നില്ല 325 രൂപ കിട്ടും. ഈ 6 50 വെച്ച് 325 രൂപ കിട്ടും. ആ 325 രൂപയാണ് ആ സ്ത്രീ ജീവിക്കുന്നത്. എന്ത് അന്തസ്സായിട്ട് അവർ ജീവിക്കുന്നു. ഇത് കുറെ എണ്ണം അങ്ങോട്ട് ഹണി ട്രാപ്പിൽ പെടുത്താനായിട്ട് കുറെ എണ്ണം, അയ്യോ എനിക്ക് ആണുങ്ങൾ തൊടുന്നതേ എനിക്ക് അയ്യോ എനിക്ക് മദ്യം കഴിക്കുന്ന ആളിനെ കണ്ടാലുണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ അമ്മ എന്നെ അങ്ങനെയാ വളർത്തിയത്. എൻ്റെ പൊന്ന് സുമേഷ്, ചിലവരുടെ വർത്താനവും അവരുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോഴത്തേക്ക് ചിരിക്കണോ കരയണോ എന്നുള്ളതാണ് വല്ലേ. ഞാൻ പറഞ്ഞ നേരത്തെ വന്നതിൻ്റെ ബാക്കി ഞാൻ വന്നില്ല. ഇപ്പം അവസാനം നിൽക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഇനി വരാൻ പോണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആദ്യ രാത്രി ഉണ്ടല്ലോ, ആദ്യ രാത്രിയിൽ പണ്ട് പോലെ ഇപ്പോഴും ആ ചടങ്ങ് മാറ്റിയിട്ടില്ല. പാല് കൊണ്ട് കൊടുക്കും, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ. അപ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ അത് അറിയാമെന്നുള്ളവർക്ക് അറിയാം, മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് അടുത്ത അവള് കേസ് കൊടുക്കും.
എനിക്ക് പാല് തരാതെ പീഡിപ്പിച്ചു, അതും കേസാവും ഇനി. അല്ല, അത് കേസാവും എന്ന് പറഞ്ഞ് നമ്മൾ ഈ തമാശയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ഇത് ഒന്നാമത്തെ കാര്യം എൻ്റെ കണ്ണിൽ ഈ സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീത്വത്തെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന ഇവളുമാരാണ്. ഇങ്ങനെയുള്ളവളുമാരാണ് സ്ത്രീത്വത്തെ ഒരു പുരുഷൻ പറയുകയാണ്, ഇപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ശരി, ഞാൻ നിനക്കൊരു അപ്പം ഇതും പ്രോസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ നളിനി ജമിയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോയി, എന്ത് നല്ല ശക്തി അവർ അന്നത്തെ ഒരു കാലത്ത് രംഗത്തോട്ട് ഇറങ്ങി. പക്ഷെ അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ലൈംഗിക തൊഴിലാളി എന്ന് പറയാനും അവർക്കൊരു മടിയില്ല. അവരെന്തെല്ലാം അനുഭവങ്ങൾ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവർക്ക് ഓരോരുത്തരെ എന്തുമാത്രം മോട്ടിവേഷനാണ് അവർ തരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബഹുമാനം അവരുടെ അടുത്ത് ബഹുമാനം തോന്നി. ആ ഒരു കാഴ്ചപ്പാടിൽ ഇന്നത്തെ ഈ അലവലാദികളുടെ ഈ വർത്തമാനവും കാര്യങ്ങളും കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ കാർക്കിച്ച് തുപ്പാനാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് ഇമ്മോറൽ ട്രാഫിക് അല്ലേ? കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതില്ലല്ലോ, ആ സംഭവം ഇല്ല ഇപ്പം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും എല്ലാത്തിനുള്ള അനുവാദം കൊടുത്തപ്പോഴത്തേക്കും ആ ഇത് സംഭവം പോയി. ശരി, ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇവരിതിങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. വിവാഹം വാഗ്ദാനം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ്, അതായത് പ്രതിഫലമായിട്ട് കണക്കൂട്ടാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? അതെന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അപ്പോൾ ഈ നിയമമല്ലേ മാറേണ്ടത്? ഈ ഒരു നിയമം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇത്തരം പരാതികൾ കുറയും. ഇപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി, ശരി ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, എങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ആർക്കെങ്കിലും ഏർപ്പെടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് പറയാമല്ലോ, ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം. അവർക്കും കൂടെ ഒരാളെ ഇത് കഴിയുന്നു, അവർ തമ്മിൽ അവൻ്റെ ആഗ്രഹം കഴിയുന്നു, അവൻ പോകുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ ഒരു സ്ത്രീയെ അപമാനിക്കാൻ തക്ക എന്താണുള്ളത്? സ്ത്രീ സത്യം പറഞ്ഞാൽ, ഞാൻ തമാശ പറഞ്ഞല്ല, ഈ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്കിപ്പോൾ അതിനകത്തോട്ട് കയറാൻ പേടിക്കാം. കാരണം വഴിയിൽ നിന്ന് ഒരു സ്ത്രീ ഒരു അഡ്രസ്സ് ചോദിച്ചാലേ നമുക്ക് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ പേടിയായിട്ടുള്ളൊരു കാലമായിട്ട് മാറി. അല്ല, സത്യമാണ്, ആ ഒരു സാധനം സത്യമാണ്. ഇനിയിപ്പോൾ കോടതി ചെയ്യേണ്ട വേറൊന്നുമല്ല, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും പറഞ്ഞൊരു കേസും കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടതൊന്നുമല്ല. അങ്ങനെയാണ് എങ്കിൽ അത് താഴെ വീഴാതെ കയ്യിൽ വെച്ചോ, തിരിച്ചു പോക്കോന്ന്. യഥാർത്ഥത്തിൽ കോടതികളാണ് ഈ കാര്യങ്ങൾ വഷളാക്കുന്നത്. കോടതികളാണ് ഈ കാര്യങ്ങൾ ഇത്തരം അല്ല, അതുകൊണ്ട് ഇവർക്കൊക്കെ ഭയങ്കര ഏതൊരു അലവലാതി കേസിനും വേറെ അലവലാതി കേസിൻ്റെ മാത്രമല്ല, എന്താണെന്നറിയാമോ? ചുരുങ്ങിയ നമ്മളൊരു ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു MLA ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതായിട്ടുള്ള ഇത് വന്നു, മർദ്ദിക്കുന്നു, വിവാഹ വാഗ്ദാനം നൽകി. ഈ MLA ഭർത്താവും 3 കുട്ടികളുടെ അച്ഛനുമാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്, വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം എൻ്റെ കയ്യിലുള്ള കാര്യമാണ്. ഈ സ്ത്രീ മുമ്പ് 4 വിവാഹം ഓരോരുത്തരെ വഞ്ചിച്ച് 4 വിവാഹം രേഖാമൂലം കഴിച്ചിട്ടുള്ള ഒരാളാണ്. രേഖാമൂലം വിവാഹം കഴിച്ചിട്ടുള്ള 4 പേര് വിവാഹം കഴിച്ചിട്ടുള്ള ഒരാളാണ്. ഈ MLAയും ഈ സ്ത്രീയും തമ്മിൽ എല്ലാ രീതിയിലുള്ള സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു. അവസാനം ഇവർ ആരുടെയൊക്കെ പ്രേരണ എന്ത് കാര്യത്തിലാണ്, പക്ഷേ അയാൾക്കെതിരെ കേസെടുത്തു. അയാളെ ഇവിടെ തെളിവെടുപ്പിനായിട്ട് അയാളെ വീട്ടിൽ കൊണ്ടുപോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ശരി, അങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിൽ ശരി, ഓക്കെ. ഈ സ്ത്രീ 4 വിവാഹം കഴിച്ച ഒരാളാണ്. 4 വിവാഹം കഴിച്ചതിൻ്റെ രേഖകൾ എൻ്റെ കൈവശമുണ്ട്. അവരുടെ നിന്ന് കാശ് വാങ്ങിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കമുണ്ട്. സ്വർണവും കാശും വാങ്ങിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, എനിക്കതിന് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പം അന്ന് ഞാൻ വേറൊരു മാധ്യമത്തിൽ ഈ വിവാഹ തട്ടിപ്പുകാരിയെക്കുറിച്ച് വാർത്ത ചെയ്തപ്പോൾ ഈ MLA ആണ് ഇവളൊരു പരാതി കൊണ്ട് കൊടുത്തു. സൈബർ പോലീസിൽ വിളിച്ച് പറഞ്ഞു അയാൾക്കെതിരെ കേസെടുക്കണം. പക്ഷേ പോലീസുകാർ കേസെടുത്തിട്ടില്ല. കാരണം ഞാൻ എല്ലാ തെളിവും അവരെ കാണിച്ചു കൊടുത്തു. അപ്പം ആ തരത്തിലാണ്. അപ്പം അതാണ് ഇത്തരക്കാർ ഇത് മിസ്യൂസ് ചെയ്യാണ്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം പറഞ്ഞു. ഇവിടെ മാറ്റം വരാനായിട്ട് ഇവിടെ വരുമോ മാറ്റം? ഒരു മാറ്റവും വരില്ല. വിവാഹ വാഗ്ദാനങ്ങൾ ഇങ്ങനെ നിത്യം സംഭവിച്ചുകൊണ്ടിരിക്കും. ആണുങ്ങൾ, പാവങ്ങൾ, വേട്ടാവളിയന്മാർ അകത്തായിക്കൊണ്ടിരിക്കും. പെണ്ണുങ്ങൾക്ക് അത് മാത്രമല്ല, വിവാഹം ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു 2-3 വർഷം മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പറഞ്ഞ് അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. അവനെ ഇഷ്ടം പോലെ അടിച്ചു. അതിപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട്. ആ പയ്യൻ, അതായത് അവളെ ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞിട്ടാണ് DNA ടെസ്റ്റ്. അപ്പോൾ അവൾ ഈ പയ്യൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ഇവനെ പോലീസ് കൊണ്ടുപോയി അടിച്ചു, നന്നായിട്ട് അടിച്ചു. അതിപ്പോഴും യൂട്യൂബിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്നിട്ട് എന്താണ് DNA ഫലം വന്നപ്പോൾ ഈ പയ്യനല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ക്രൂരതയാണ് നിയമം കാണിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ നെടുമങ്ങാട് കരിപ്പൂര് ഒരു അർബുദ രോഗിയായ ഒരു പയ്യന് ക്യാൻസറാണ്. അവനെ തൊട്ടടുത്ത വീട്ടിലെ 24 പീഡിപ്പിച്ചു. വാർത്ത വന്നു. പക്ഷേ 24 പേരില്ല,
മേൽവിലാസം ഇല്ല, ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ നമ്മൾ ആ പമ്പിൽ ഒരു പ്രശ്നം നടന്നല്ല, അതെടുക്കാൻ പോയപ്പം ആ സ്ത്രീയുടെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നിന്നപ്പോൾ പോലീസുകാരെന്താണ് പറഞ്ഞത്? അല്ല, അത് പോലീസുകാരെ കുറ്റം പറയാൻ പറ്റില്ല, നമുക്ക് തരാൻ പറ്റില്ല. പോലീസുകാരെ കുറ്റം. അവള് നാളെ ചെന്നിട്ട് പറയും എന്റെ ഇത് പബ്ലിസിറ്റി, അവളെ എന്തോ ആയിക്കോട്ടെ. ഈ പെണ്ണുങ്ങൾ എപ്പോഴും അദൃശ്യമായിട്ട് നിൽക്കണം, ആണുങ്ങള് പിന്നെ മൊത്തത്തിൽ അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, സഹി കെടുമ്പോഴാണ് പലരും ഈ വെട്ടിക്കൊല്ലണതും കുത്തിക്കൊല്ലണതും ആസിഡ് ഒഴിക്കണതും ഒക്കെ. അപ്പോൾ നമ്മളതിനെ ന്യായീകരിക്കുകയല്ല, കാരണം ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. ആ സ്ത്രീകൾക്ക് ഒരുപാട് നിയമം എന്താണ് അനുകൂലമായിട്ട് ഒരു അനാവശ്യമായിട്ടുള്ള പരിഗണന അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടെ ഞാൻ പറയാം. 2 വർഷം മുമ്പ് നമ്മൾ ഈ ശാസ്തമംഗലത്ത് ഒരു പാവപ്പെട്ട സ്ത്രീയും അവരുടെ മകളും കൂടി ആ കടയുടെ മുമ്പിലിരുന്നപ്പോൾ അവിടുത്തെ ഒരു സ്ഥാപനം നടത്തിക്കുന്ന ഒരു ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ മർദ്ദിച്ചു, ക്രൂരമായിട്ട് നമ്മൾ പോയി എടുത്തിരുന്നു, ഞാൻ പോയി ഷൂട്ട് ചെയ്തിരുന്നു, അടിച്ചിരുന്നു. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ആ സ്ത്രീ മര്യാദയ്ക്ക് വന്ന് അവരുടെ വഴി അവരുടെ ആ കെട്ടിടത്തിൻ്റെ നടയിലിരിക്കുകയാണ്. ഇവളിങ്ങോട്ട് വന്നിട്ട് ഈ ക്രൂരമായിട്ട് അടിക്കുന്നു, മൊബൈലിൽ വേറെ ആൾക്കാർ പകർത്തുന്നു. അവളെ ഭയങ്കര വിവാദമായ കേസ്. പക്ഷേ അവളെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടു വന്ന്. ആ കേസ് ഇന്ന് എവിടെയെന്ന് അറിഞ്ഞു. ഞങ്ങൾ പിറ്റേന്ന് ആ പാവപ്പെട്ട സ്ത്രീയെ കാണാൻ പോയപ്പോൾ അവർക്ക് പേടിയാണ്, അതായത് എല്ലാവരെയും പേടിയാണ്. ഒരു ജനൽ അല്പം തുറന്നിട്ടാണ് ഇങ്ങനെ നോക്കിയിട്ട് സംസാരിക്കുന്നത്. അവൾ ഇപ്പോഴും ഇപ്പോഴും ഇവിടെ ഭയങ്കര ഇതായിട്ട് നടക്കുന്നുണ്ട്, മനസ്സിലായി? അപ്പോൾ ഇത് ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നെങ്കിൽ ശരി, വെറുതെ പോണ ആരെയും ഈ പുരുഷന്മാരെന്ന് വെച്ചാൽ പുരുഷനായിട്ട് സ്ത്രീയായിട്ട് അടിക്കുന്നില്ല. പക്ഷെ ഒരു സംഭവം അല്ലാതെ പോലും ഒരു സ്ത്രീ പറയാണ് എന്നെ ഇയാൾ അടിച്ചു, അല്ലെങ്കിൽ എന്നെ കണ്ണിറക്കി കാണിച്ചു, അല്ലെങ്കിൽ എന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നൊക്കെ പറഞ്ഞൊരു എന്ത് വൃത്തികെട്ടൊരു നിയമമാണ് ഈ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും നമുക്ക് അങ്ങനെ ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു കുറിപ്പ് കണ്ടു. അതേപോലെ ഈ പലരുടെയും പരസ്യം കണ്ടിട്ടുണ്ടോ? സ്ത്രീകളുടെ കല്യാണത്തിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊരു ഉദാഹരണം പറയാം. 23 വയസ്സ്, അത്യാവശ്യം സൗന്ദര്യം, പാവപ്പെട്ട വീട്, ഒന്നുമില്ല, സ്ത്രീധനമായി ഒന്നുമില്ല, സ്ത്രീധനമായിട്ടും തരാനൊന്നുമില്ല, സ്വർണമോ ഒന്നുമില്ല, പാവപ്പെട്ട 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും നല്ല സാമ്പത്തിക ശേഷിയുമുള്ള സുന്ദരനും സുമുഖനുമായിട്ടുള്ള വരനെ തേടുന്നു, അല്ലെങ്കിൽ വിദേശത്ത് ഉയർന്ന ജോലിയുള്ള വരനെ തേടുന്നു. അല്ല, ഞാൻ തമാശയല്ല, ഇത് നിങ്ങൾ ക്ലാസിഫൈഡ് അപൂർവമായിട്ടെങ്കിലും കാണാം. ഇപ്പോഴാണ് ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പുരുഷനെ ഇപ്പോൾ കോടതി തന്നെ വിധിച്ചിട്ടുണ്ട്, പുരുഷൻ ഉണ്ടാക്കുന്ന പൈസയുടെ അവകാശി വീട്ടമ്മ സ്ത്രീയും കൂടെയാണെന്ന്. ഈ കോടതിയിൽ ഇത്രയും ഇതുണ്ടായിരുന്നെങ്കിൽ മാന്യമായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ജീവിച്ചു പോയേനെ, ഭാര്യ ഭർത്താവൊക്കെ മാന്യമായിട്ട് അങ്ങ് ജീവിച്ചു പോയേനെ, ഒരു പ്രശ്നമില്ല. പണ്ടും ഇതേപോലെ നമ്മുടെ പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഈ കുടുംബ കോടതിയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പണ്ട് കാലത്ത് ആ ഒരു വിഷയമില്ലായിരുന്നു. അവർ അന്നും ഇതുപോലെ ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കുമായിരുന്നു, കുട്ടികളുണ്ടാവുമായിരുന്നു, ഭാര്യ ഗർഭിണിയാവുമായിരുന്നു, കുട്ടികളുണ്ടാവുമായിരുന്നു, ഇതൊക്കെ ഉണ്ടാവുമായിരുന്നു. അന്ന് ഈ പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ പറയും, അന്നത്തെ കാലം അല്ല ഇന്നത്തെ കാലം. അന്ന് ഒരുപാട് സഹിച്ചു സ്ത്രീകൾ. ഇന്നും സഹിക്കുന്ന സ്ത്രീ മാത്രമല്ല, പുരുഷനും സ്ത്രീകളും എല്ലാവരും സഹിക്കുകയാണ്. മറുഭാഗത്ത് നിൽക്കുന്നവൻ എത്രയോ വീട്ടില് പെണ്ണുങ്ങളെ കൊണ്ട് ഭർത്താക്കന്മാര് സഹിച്ച് ജീവിക്കണം എന്നറിയാം ഇല്ലേ? എവിടെ സത്യം പറയാൻ പുറത്ത് പറയാൻ വയ്യാതെയാണ് ഓരോരുത്തർ ജീവിക്കുന്നത്. നമ്മളടുത്ത് തന്നെ എത്രയോ പേര് വന്നിട്ട് എത്രയോ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കത് പുറത്തുവിടാൻ പറ്റില്ല. സത്യം ഒരുപാട് പേര് വന്നിട്ട് ചേട്ടാ ഇങ്ങനെയാണ്, അതാണ്, നിങ്ങൾക്കൊരു വാർത്തയായിട്ട് ചെയ്തൂടെ, നമുക്കതൊന്നും അത് ചെയ്യാൻ. അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ, അവരവരുടേതായ ഒരു മാനസിക വിഷമം കൊണ്ട് അവർ വന്ന് പറയുന്നതാണ്. പക്ഷേ അത് ഒരു കാര്യമൊക്കെ ഇത്തരം നിയമം ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ സാധാരണ സ്ത്രീകൾ, എത്രയോ നല്ല സ്ത്രീകൾ അവർ ജോലി ചെയ്യുന്നു, അവരുടേതായ രീതിയിൽ ജീവിച്ചു, അവർക്ക് ഇതൊന്നും അറിയണ്ട. അവർക്ക് ജീവിക്കണം, അവരുടെ കുട്ടികൾ, അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ കുടുംബം. ഇപ്പം അങ്ങനെ പോലും പറയാൻ പാടില്ല. ഭർത്താവിന് ഭാര്യയ്ക്ക് ഒരു ഇതല്ലേ. ഞാനൊരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു, അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പുരുഷൻ കല്യാണം കഴിക്കാതിരിക്കുക. അവന് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കാശ് കൊടുത്താൽ വെളിയിൽ കിട്ടുമെങ്കിൽ അതിന് പോകുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിലെന്ന് പറഞ്ഞാൽ എന്തിനീ പുലിവാല് പിടിച്ചു വയ്ക്കണം? ഇതങ്ങോട്ട് വന്ന് കല്യാണം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയെ നമ്മൾ മറക്കണം, നമ്മുടെ സഹോദരന്മാരെ മറക്കണം. അതൊക്കെ പണ്ട് കാലത്ത് അല്ല, ഇല്ലാന്നേ, പണ്ടൊന്നും അല്ല. കഴിഞ്ഞ മാസം ഞാനിപ്പോൾ വീഡിയോ കല്യാണം എടുക്കാൻ പോകുന്നില്ല, രണ്ടും 2 പാത്രമായിട്ട്. എന്തിനധികം പറയണം, നിങ്ങൾ തന്നെ ഇവിടുത്തെ ഏറ്റവും അധികം ഒരു പ്രശസ്തനായ ഒരാളുടെ
മകൻ്റെ കേസ് നിങ്ങളല്ലേ റെഡിയാക്കി കൊടുത്തത്, ശരിയല്ലേ? അതേപോലെ കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു അത് അവൾക്ക് അവളുടെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് താമസിക്കണം. ശരിയാണ്, ഒരു കണക്കിന് അതാണ് നല്ലത്. അല്ല ചേട്ടാ, നമ്മളെ വിജയലക്ഷ്മി ടീച്ചർ പറഞ്ഞതുപോലെ അല്ല ഞാൻ പറയുന്നത് വെച്ചാലേ കല്യാണം കഴിക്കരുത് ഇന്നത്തെ കാലത്ത്. അല്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയരുത്. അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എന്നെ വിഷമിപ്പിക്കരുത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തന്നത് ഈ ഇത്തരം പരാതികൾ പെരുകി വരുന്ന സമയമായതുകൊണ്ട് ഞാൻ ഉദാഹരണത്തിന് ഫാമിലി കോർട്ട്, ഞാൻ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. നെടുമങ്ങാട് ഫാമിലി കോർട്ടാണ് രംഗം. ഈ ഫാമിലി കോർട്ടിൽ ഒരു പെണ്ണ് വന്ന് ഇങ്ങനെ പാവം പോലെ നിൽക്കുകയാണ്. ഇങ്ങനെ പാവം പോലെ നിൽക്കുന്ന പെണ്ണിൻ്റെ അച്ഛനുണ്ട്. അപ്പോൾ പിന്നെ ഒരു അഡ്വക്കേറ്റ് പിന്നെ ഞാൻ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുതരാം, കോലിക്കോട് സുരേഷ്. അതെ, പുള്ളിയാണ് കേസ് വാദിക്കുന്നത്. അപ്പോൾ ആരായാലും കണ്ടുകൊണ്ട് നിന്ന് പോകും ആ ഒരു വാദം, അത്രയ്ക്ക് നല്ലൊരു വാദമായിരുന്നു. അപ്പോൾ ഇവള് വന്നിട്ട് ഇങ്ങനെ പാവം പോലെ നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്, ഈ ഭർത്താവിൻ്റെ ജീവനാംശം വായിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് തുച്ഛമായിട്ടുള്ള വർഷമായിട്ടുള്ളൂ, 2 വർഷം 1.5 വർഷം കൂടെ ആയിട്ടുള്ളൂ. ഭർത്താവ് ഗൾഫിലാണ്, കുട്ടികളില്ല, അതുണ്ട്. അപ്പോൾ അവൾ വന്നു ഇദ്ദേഹം വക്കീൽ ക്രോസ് ചെയ്തപ്പോൾ ചോദിച്ചു എന്താണ് പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പറഞ്ഞു. ഉദാഹരണത്തിന് കെൽട്രോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ വരുമാനം? ഒരു വരുമാനമല്ല സാർ, ഞാൻ അച്ഛൻ്റെ ചിലവിൽ ഇങ്ങനെ ജീവിക്കുകയാണ് സാർ, കല്യാണം കഴിച്ചു, ഭർത്താവ് ഗൾഫിൽ. നിങ്ങളുടെ സ്വർണ്ണം വല്ലതും പുള്ളി എടുത്തിട്ടുണ്ടോ? ഇല്ല, സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ ആവശ്യം? അത് എനിക്ക് മാസം ചിലവിന് തരുന്നില്ല. എത്ര രൂപ വേണം? 15,000 രൂപ. അത് കുട്ടികളുണ്ടോ? കുട്ടികളില്ല. അപ്പോൾ എന്തിനാ ഈ 15,000 രൂപ? അല്ല, എനിക്ക് എല്ലാം കൂടെ സാർ 15,000 രൂപ ഒരു ജീവിച്ചു പോകണമെങ്കിൽ 15,000 രൂപയാവും. ശരി, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല സാർ, എനിക്ക് ഒരു വരുമാനവും ഇല്ല. കെൽട്രോൺ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ, അത് കണ്ടിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. ശരി, നിങ്ങൾ അവിടെ ജോലി ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് നിങ്ങൾ നിഷേധിക്കൂ? ഇല്ല സാർ, ഞാനവിടെ പോയിട്ടൊന്നും ജോലി ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ തന്നെ പുള്ളി ഈ കോട്ടിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുത്തു. ഇവള് അവിടെ ജോലി ചെയ്യാണ്. ഓരോ മാസവും അവൾ 20 ദിവസത്തേക്ക്. അപ്പോൾ സാർ അത് അപ്പോൾ കള്ളം പൊളിഞ്ഞല്ലോ. സാർ അത് ഡെയിലി വേജസിനാണ്. അവൻ മറ്റേ ഇതിൽ തൊട്ട് സത്യം ചെയ്തിട്ടാണ് പോകണം. ഈ പറഞ്ഞ സത്യം മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോകണം. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് കെൽട്രോണിൽ ചെന്നു. ശരി, അത് സാറേ എനിക്ക് അവിടെ പോകുന്ന ദിവസം 800-600 രൂപ കിട്ടും, അത്രയാണ് സാർ ഉള്ളത്. അപ്പോൾ എത്ര ദിവസം ഒരു മാസം കിട്ടും? സാർ 4 ദിവസമൊക്കെ കിട്ടുള്ളൂ. ശരി, 4×8 32, അതായത് 600 രൂപ. അതിൻ്റെ കണക്ക് പുള്ളി പറഞ്ഞു. സാർ അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പുള്ളി അടുത്തടുത്ത് ഇവിടെ സാലറി സ്ലിപ്പ് ഓരോ മാസവും അതായത് ഈ വാദം നടക്കുന്നതിന് മുമ്പായിട്ട് 6-7 മാസം മുമ്പ് അവൾ സ്ഥിരമായി എല്ലാ മാസവും 20, 22, 23 ദിവസങ്ങളിൽ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതുകൂടാതെ അവിടെയും തീർന്നില്ല കാര്യം. അപ്പോൾ ഇവളുടെ മുഖമൊക്കെ അങ്ങ് വളരും പോലെ വെളുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മാത്രമല്ല, നിങ്ങളുടെ നിങ്ങളുടെ പേരിലൊരു വീടുണ്ട്, ആ വീട് നിങ്ങൾ 5,000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തേക്കണം പറഞ്ഞ് ആ വാടക ചീട്ടിൻ്റെ കോപ്പി എടുത്ത് കാണിച്ചു. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന പെണ്ണുങ്ങളുണ്ട്. കാരണം കിട്ടണത് ലാഭം. മനസ്സിലായോ? ഇവർ ഞാൻ പറഞ്ഞോട്ടെ, ഇത് ജോലി ചെയ്തു അവർ ചോദിക്കുന്ന എത്രയോ പേര് ജീവനാംശം കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ആ സുഹൃത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും അവൻ്റെ ഒരു പെൺകുട്ടിയുണ്ട്. അവനും അവൻ്റെ ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇവൻ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്, ജോലി സ്ഥലത്താണ് പുള്ളിക്കാരൻ താമസിക്കുന്നത്. പക്ഷേ വൈഫിൻ്റെ വീടും ഇവൻ്റെ വീടും തമ്മിൽ, ഇവൻ താമസിക്കുന്ന സ്ഥലം, അതായത് ജോലി സ്ഥലവും തമ്മിൽ ജസ്റ്റ് കഷ്ടിച്ചൊരു 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസം പോലും ഇല്ല. ഇപ്പോൾ ഇവള് വരും, ഇവനായിട്ട് സംസാരിക്കും, പിന്നെ കൊച്ചിനെയും കൊണ്ടുവരും, ആഴ്ചയിലൊരിക്കൽ ഇവർ പുറത്തു പോകും. ഇവളെ സകല ചിലവും നോക്കുന്നത് ഇവനാണ്, കൊച്ചിൻ്റെ. ഇവർ തമ്മിലൊരു പ്രശ്നമില്ല, പ്രശ്നം ഇവളുടെ ഉമ്മയാണ്. അപ്പോഴത്തേക്കും ഞാൻ പറയടാ, നീ ഇവക്ക് പൈസ കൊടുക്കുന്നതാ കൊടുക്കുന്നു? അവൾ ചോദിച്ചിട്ടൊന്നുമില്ല സുമേഷ്, ഞാൻ ഇത്ര വെച്ചു 5,000 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു കാഞ്ചി, ഒന്നുകിൽ നീ അവളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മണി ഓർഡർ ആയിട്ട് അയച്ചു കൊടുക്കും. ഇല്ല പിന്നെ അവളെനിക്ക് വിശ്വാസമാണ്, അവളും അങ്ങനെ ചെയ്യില്ല. അത് കഴിഞ്ഞ ഒരു 2 മാസമായി ഞാൻ ഇപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇന്ന ആളിനെ പിടിച്ച് അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരിക്കണം. ഞങ്ങളുടെ കാര്യം എന്തോന്നു 60,000 പെൻഡിങ് ഉണ്ടെന്ന്. 60,000 രൂപ പെൻഡിങ്, 60,000 നമുക്ക് എത്രയും മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് ഈ പാവപ്പെട്ട ഫുള്ള് കൊടുത്താണ്. അവസാനം പിന്നെ ഒരു കക്ഷി കൊണ്ടുവന്നു, അദ്ദേഹത്തിന്റെ ഈ ജോലി കൊടുത്തിരിക്കുന്നത് പുള്ളി കൊണ്ടുവന്ന് 20,000 രൂപ അടച്ച് താൽക്കാലികമായിട്ട് ഇറങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതേപോലെ അവിടെ കോടതിയിൽ പോയപ്പോഴത്തേക്കും ഇവളും കൂടെ നിന്ന് വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കണം. എന്നൊരു കേസ് പരിഗണിക്കുകയാണ് അവരുടെ. ഈ കൊച്ചുണ്ട്. അപ്പോൾ ഇവളുടെ ഉമ്മ അപ്പുറത്തോട്ട് മാറി ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ കേട്ട്, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചൂടെ, ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കിളവി എന്നെ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കിളവി എടുത്ത് താഴെ ഇതിൻ്റെ മുമ്പ് താഴെട്ടാ പറഞ്ഞു. കിളവി കോടതി എന്നെ ചീത്ത വിളിച്ചു. അപ്പോൾ പിന്നെ ഇവൻ പറഞ്ഞ അളിയെ പോട്ടളി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറങ്ങി എൻ്റെ പാട് നോക്കിപ്പോയി. നമ്മള് കുടുംബ കോടതിക്കകത്ത് കയറണം. അല്ല, നമ്മളെ
ഒരുപാട് രസകരമായ സംഭവങ്ങൾ കാണാൻ പറ്റും. അല്ല, അതെന്താണെന്നറിയാമോ? രസകരമായിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് കുടുംബ കോടതിയിൽ നമ്മൾ വരാൻ ചെന്ന് നിന്ന് നമുക്ക് ഒരുപാട് കാര്യം, ചില പെണ്ണുങ്ങൾ വരും, ഭർത്താവിന് നോക്കിയിട്ടേ പല്ല് കടിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, വായിൽ വിരലിട്ട് കാണിക്കുന്നു. അല്ല, സത്യം സത്യം ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വായിൽ വിരലിട്ട് കാണിക്കുന്നത് ഒരു അശ്ലീലാംഗ്യമാണ്. അതുവരെ കാണിക്കുന്നത് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ അതിവിടെ പറഞ്ഞത്. ഉണ്ട്. അപ്പം ഇത് അപ്പം ആണുങ്ങൾ പേടിച്ച് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇവള് കയറി വൈരാഗ്യത്തിൻ്റെ പേരിലേ പറയുന്നു, സാറേ എന്നെ അവൻ ഭീഷണിപ്പെടുത്തി, എന്നെ തള്ളയ്ക്ക് വിളിച്ച്, അല്ലെങ്കിൽ എന്നെ അത് ചെയ്തു, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ഇവന് വീണ്ടും കേസാവും. അതുകൊണ്ട് ഈ പാവപ്പെട്ടം പേടിച്ച് ഇങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇവളുമാരെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അകത്ത് പേര് വിളിക്കും. പേര് വിളിക്കുമ്പം അകത്തോട്ട് കൂട്ടിലോട്ട് കയറിയിട്ട് പാവം പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് ജഡ്ജിക്ക് തന്നെ തോന്നുന്നു, ദൈവമേ ഇത്രയും പാവപ്പെട്ട കൊച്ചിനാണ് അവൾ സത്യം ചേട്ടാ, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ ഇതൊന്നും അല്ലാന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. ഭാര്യ അപ്പുറത്ത് നിൽക്കുന്നു, ഭർത്താവ് അവിടെ നിൽക്കുന്നു, ഈ പറഞ്ഞതുപോലെ തന്നെ ഇവൾ അങ്ങോട്ട് നോക്കും, അവൻ പാവം പോലെയൊക്കെ നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അഡ്വക്കേറ്റ് വരും, നിങ്ങളുടെ ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ കേട്ടോ, ഞാൻ കണ്ട കാര്യമാണ്, നിങ്ങളുടെ ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ. ഓ അത് ശരി. മണി 12:30 പിരിയുമല്ല. അവൻ അവിടെ വന്നിട്ട് ചോദിക്കല്, ഡേ ഞാൻ ഉണ്ണാൻ വേണോ പറഞ്ഞോ. അങ്ങനെ ഉണ്ണാൻ കൂടെ പോയിട്ട് ഊണും കഴിഞ്ഞ് വീണ്ടും വന്ന് രണ്ട് ഇത് വീട്ടുകാരുടെ പിന്നെ പ്രേരണയോടുകൂടി കേസായി 2 പാത്രമായി. പല കുടുംബങ്ങളിലും ഒരു തലതിരിഞ്ഞ തന്ത കാണും. മനസ്സിലായി? ഞാൻ ഈ പറയുമ്പോൾ പലർക്കും പല ഇതും തോന്നിയേക്കാം. പക്ഷെ പല കുടുംബങ്ങളിൽ ഒരു പെണ്ണിന്റെ വീട്ടിൽ ഒരു തലതിരിഞ്ഞൊരു തന്ത കാണും. ഇവന്മാരാണ് പ്രശ്നം. മനസ്സിലായ? അപ്പം അവർ എന്താണ് ഈ കുടുംബ കോടതി, അതായത് ഈ നിയമം പിന്നെ ഇത് 498A, ഈ 498A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന പരാതികൾ നിങ്ങൾ നോക്കിക്കൊള്ളണം. ഈ പയ്യനാണ് ഉപദ്രവിച്ചെന്ന് പറയുന്നത്. പയ്യന്റെ പേർക്ക് മാത്രമല്ല, പയ്യൻ ആ വീടുമായിട്ട് അടുപ്പമുള്ള ആൾക്കാരുമായിട്ട് അടുത്ത പഞ്ചായത്തിലുള്ള ആരെങ്കിലും ആ പയ്യൻ പലവ്യഞ്ജനം വാങ്ങിക്കണ പലവ്യഞ്ജന കടക്ക് എതിരെയും കേസ് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ്. എന്നാൽ അയാളും പോകണം. അല്ല, കേസ് കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കേസ് മിക്കവാറും 498 കേസിൽ 95% കേസുകളും വെറുതെ വിടുകയാണ് പതിവ്. പക്ഷെ ഈ അപ്പൊ വെറുതെ വിടുമ്പോൾ എന്താണ്, പരാതി കൊടുത്ത ആൾ കള്ളപ്പരാതി കൊടുത്തു. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല. മനസ്സിലായി? അതാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെണ്ണുങ്ങളെ കാണുന്നത് സത്യമാണ് കേട്ടോ. എന്തെന്നറിയാമോ, ഞാൻ അപമാനിച്ചുള്ള രീതി പറയുന്നതല്ല. കാരണം നമുക്ക് ഒരാളോട് ഒരു നമ്മൾ ചിലപ്പോൾ വണ്ടിയിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് പരിചയമുള്ള ഒരാളെ കാണുന്നത്, സ്ത്രീകളെ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മഴയായിരിക്കും, അവർ മഴയിൽ നിൽക്കുമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വണ്ടിയിൽ കയറ്റണമെന്നുണ്ടായിരിക്കും. ഞാൻ നിർത്തൂല. എന്താണെന്നറിയാമോ, ഇന്നത്തെ കാലമാണെന്നേ സത്യം. അതുപോലെ ബസ്സിൽ കയറി നീ എത്ര ഇത് ബസ്സിൽ കയറിയാലും ഒരു പ്രശ്നമുണ്ട്. ബസ്സിൽ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീകൾ, വികലാംഗർ, അന്ധർ, മുലയൂട്ടുന്ന അമ്മമാർ, സകല ഇത് എഴുതിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് വേറെ സീറ്റില്ല. ഇത് എന്ത് ഇവൾമാർ ഓടി കയറി എല്ലാത്തിൻ്റെ സൈഡിൽ ലൈൻ കമ്പിയിൽ കാക്കയിരിക്കും പോലെ സൈഡിൽ കയറി എല്ലാ സത്യം ശ്രദ്ധിച്ചിട്ടില്ലേ കേട്ടാ, എല്ലാത്തിൻ്റെയും സൈഡിലിരിക്കും. എല്ലാ ഇതിൻ്റെയും സൈഡിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ പുരുഷന്റെ എന്തിരിക്കും, അപ്പൊ അവനിരിക്കാൻ പറ്റൂല. ഇനി വന്ന് ഇനിയിപ്പോ ഇരിക്കാൻ പേടിയാണ്. 2-3 സീരിയസ് പിന്നെ സംഭവങ്ങളോടെ വയ്ക്കണം. വികലാംഗർ, ഗർഭിണികൾ, അത് ഇത് മദ്യപാനികൾ, അവർക്ക് വയ്ക്കണ്ടേ? പക്ഷെ മദ്യപാനികൾ വേണ്ടെന്നേ. കാരണം ഇവർക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റ് ഇത് അങ്ങനെയല്ല. ഒരാൾ വന്ന് ആ സൈഡ് സ്ത്രീകൾക്കുള്ള കംപ്ലീറ്റ് സീറ്റ് ഇരിക്കും. മുലയൂട്ട് തമ്മവർ, വൃദ്ധർ, അന്ധർ, വികലാംഗർ, ഇതിലെല്ലാത്തിനും ഇരുന്നിട്ട് ബാക്കി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സൈഡ് സീറ്റ് ഇരിക്കും. അപ്പൊ പുരുഷൻ ഇരിക്കാൻ പറ്റില്ല. അവൻ മാക്ക് കമ്പി പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതായത് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ പറ. ഒരു നമ്മൾ അങ്ങനെ ഇരിക്കുന്നു, അപ്പുറത്തെ സ്ത്രീകളുടെ സീറ്റിൽ സ്ഥലമുണ്ട്, കാരണം ഇപ്പോൾ ഒരു പുരുഷൻ കയറി നിൽക്കുകയാണ്, എന്നാ അപ്പുറത്തോട്ടൊന്ന് മാറി ഇരുന്ന് കൊടുക്കാം അങ്ങനെ വിചാരിക്കില്ല. ശരി, ഇനി മാറിയിരിക്കണ്ട ചേച്ചി, ഒന്നും കൂടെ മാറിയിരിക്കുമോ ചേച്ചി, ഇങ്ങനെ ഒരു നോട്ടമാണ്. മനസ്സിലായി? അതുകൊണ്ട് ഇപ്പം പിന്നെ അതുകൊണ്ട് ഇപ്പം എന്താണ് പലർക്കും ഭയമാണെന്നേ. നോക്കി ഇപ്പോഴാണ് ഈ പീഡനങ്ങളൊക്കെ കൂടി വരുന്നത്. പിന്നെ അപമര്യാദയായി പെരുമാറി, മറ്റേതാണ് മറിച്ചതാണ്, മാങ്ങത്തുലിയാണ്. പുതിയ ഐറ്റങ്ങൾ വരട്ടെ. ഞാൻ പറയുന്നത് അടച്ചാക്ഷേപിക്കുകയില്ല. പക്ഷെ കുറെ ഞരമ്പ് രോഗി ആണുങ്ങളും ഉണ്ട്. അതായത് സ്ത്രീകളെ കാണുമ്പോഴത്തേക്കും ഒരു എന്താണ് യുവമാർക്കില്ല, ഒരു പരവേശം എന്ന് പറയാനും പറ്റൂല. ഒരു തേങ്ങാ പിണ്ണാക്ക് എടുത്ത് കഴിച്ചിട്ട് തിന്നിട്ടുണ്ടോ? തൊണ്ടയിലിരിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെപ്രാണമാണ്, കണ്ണ് കളിപ്പോകും, കാരണം ഉമിനീര് പറ്റും. ആ ഒരു പരവേശമാണ് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ. അതേപോലെ ഫേസ്ബുക്കിൽ ഇടുന്ന കണ്ടിട്ടുണ്ടോ? ഒരുത്തി എന്ന് പറയും,
എനിക്കിന്ന് പനി, അവൾക്ക് പനിയാണെങ്കിൽ അവൾക്ക് വെച്ചുകൊണ്ടിരുന്നാൽ പോരെ, അല്ലെങ്കിൽ വല്ല പാരസെറ്റമോള ക്രോസിനെ വാങ്ങിച്ച് തിന്നിട്ട് വീട് അവിടെ നിന്ന് കിടന്നാൽ പോരെ, എനിക്കിന്ന് പനിയാണ്. ഉടനെ വരും ആങ്ങളമാര്. ആടലോടകം സ്വന്തം അമ്മയ്ക്ക് ഒരു ഗുളിക വാങ്ങിച്ചു കൊടുക്കാത്തവനാണ്. അതിൻ്റെ അടിയിൽ നീ ഒരു കാര്യം ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് എന്തോ ആടലോടകം, അത് കഴിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ, എന്റെ ഒരു സുഹൃത്തുണ്ട്, ഡെയിലി ഒരു പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ അയ്യോ കുറച്ചും കൂടെ പറഞ്ഞുള്ളൂ അല്ലേ. അല്ല, പനിന്ന് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആടലോട് അരച്ച് ആസനത്തിൽ പുരട്ടിയാൽ മതി മോളെ, പെട്ടെന്ന് കുറയും. ഇനി ഇല്ലെങ്കിൽ മലപ്പുറത്തിരിക്കുന്നോ പറയും. അതേപോലെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ നമ്മുടെ DNA ചാനൽ ഉള്ളത് പറയാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതേപോലെ പല ചാനലുകളുമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഉള്ളത് പറയാം എന്ന പ്രോഗ്രാം പ്രാട്ടി എന്നൊരു കഥാപാത്രമാണ്. അതൊരു ലേഡി കഥാപാത്രമായിരുന്നെങ്കിൽ എന്തുമാത്രം ഒലിപ്പിച്ചുള്ള മറുപടി കിട്ടിയാണ് കമൻറ്റുകൾ. അതായത് ഒരു പിന്നെ പെണ്ണ് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി എന്താണ്, പ്രോഗ്രാം എന്താണ്, അതിൻ്റെ അഭിപ്രായമൊന്നുമല്ല. ഓ മുത്തേ നിൻ്റെ കമ്മൽ ഇന്ന് കലക്കി, മുത്തേ നിൻ്റെ വള ഇന്ന് കലക്കി. ഇതല്ലാതെ ആ പ്രോഗ്രാം എന്താണ്, അത് കാണേണ്ടതേ. അല്ല, അത് മാത്രമല്ല ഈ പറയണത്. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിന്ന് പനിയാണ് മോളെ, ആടലോടകം അടച്ചു കേട്ടാ. പിന്നെ ഇനി വേറെ പറയണം, ആടലോടകം മോളിന്റെ വീടിനടുത്തുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുതരാം. അവൻ മലപ്പുറത്തായിരിക്കും നിൽക്കുന്നത്, അവരുടെ വണ്ടി വിളിച്ച് കൊണ്ടുവരും. നീ ഒരു കാര്യം ചെയ്യ്, ചിറ്റരട്ട ജഡാമാഞ്ചി, ചിറ്റരട്ട ജഡാമാഞ്ചി അമക്കുരു, ഇത് മൂന്നും കൂടി പാലിട്ട് തിളപ്പിച്ച് ഒറ്റ വലിക്ക് മോളെ. നാളെ നീ ഹണി റോസിനെ പോലെ ഇരിക്കുന്നു. വൃത്തികെട്ടവന്മാര്. അപ്പൊ ഇവന്മാരാണ് ഇതുപോലെ ആണുങ്ങളെ വില. കുറെ അലങ്കോലം പിടിച്ച അമണന്മാരായ ആണുങ്ങള് തേനും ഒലിപ്പിച്ചുകൊണ്ട് യവന്മാരെ ഈ എവിളുകളുടെ പുറകെ നടക്കുവോ. എവിളുകൾക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ്. എന്നാലെങ്കിലും എടാ അമണന്മാരെ, നീയൊക്കെ ഈ ഫേസ്ബുക്കൊക്കെ വിട്ട് അന്തസ്സായിട്ട് ജോലി കടത്തിന്നെ ഇരുന്ന് വായും പുളമ്പിരിക്കാതെ അന്തസ്സായിട്ട് ജോലിക്ക് പോടാ പിന്നെ വേട്ടാവളിയന്മാരെ എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമ്മൾ ഈ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ തമാശയിലോട്ട് പോയെങ്കിലും ശരിയാണ്, വളരെ പിന്നെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്ത്രീകൾക്ക് ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്നുള്ളത്. അത് സ്ത്രീകൾ തന്നെയാണ് ഇത്തരക്കാരെ കൈകാര്യം ചെയ്യേണ്ടതാണ്. നിയമം ഒരു കോപ്പം ചെയ്യില്ല ഇവിടെമാരെയൊന്നും. കാരണം നിയമത്തിൻ്റെ ഈ ആനുകൂല്യമാണല്ലോ ഇവർ മുതലെടുക്കുന്നത്. നല്ല അന്തസ്സുള്ള സ്ത്രീകളുണ്ടല്ലോ. പിന്നെ ചിലർ ഈ കമ്മികളൊക്കെ കുലസ്ത്രീകളെന്ന് പറയും. ഇനി കുലസ്ത്രീകളെന്ന് പറഞ്ഞാലും വേറെ എന്തെങ്കിലും സ്ത്രീകളെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അന്തസ്സുള്ള സ്ത്രീകളുണ്ടല്ലോ, കുറ്റിച്ചൂലുണ്ടല്ലോ. നമ്മളെ വീട്ടിലൊക്കെ കക്കൂസ് കഴിയുമ്പോൾ ഉള്ള കുറ്റിച്ചൂലുണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്നു അറിഞ്ഞിട്ട് ബ്രഷാണല്ലോ. അല്ല, ഇപ്പം കുറ്റിച്ചൂലില്ല. ആ കുറ്റിച്ചൂലൊക്കെ പോയതാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ. അതെ, എടുത്തുണ്ട്. ഇവിടെയൊക്കെ മോന്തക്കിട്ട് അടിച്ചു കൊടുക്കണം, മനസ്സിലായോ? ആണുങ്ങൾ അടിച്ചാലേ പ്രശ്നമുള്ളൂ. മോന്തക്കിട്ട് അടിക്കണം. ഇത്തരം പരാതികളിലൂടെ നിയമം ഇവർക്കൊന്നും അല്ല. എനിക്ക് മനസ്സിലാവാത്തതേ, ഈ നിയമം എന്തുകൊണ്ടാണ് ഇത്രയും വിട്ടികളായി പോകണം എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉറങ്ങിയിരിക്കുകയാണെന്ന് ഒരു സംശയമുണ്ട്. ആർക്കറിയാം. അപ്പൊ ശരി, എന്തായിരുന്നാലും ഇല്ല ഒരു കാര്യം കൂടെ, ചെറുപ്പക്കാരടുത്ത് ഈ വിവാഹ വാഗ്ദാനം കൊടുക്കുന്നവരടുത്ത് ഒരഭ്യർത്ഥനയോടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിക്കുന്നവരടുത്ത് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. നിങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷം എത്ര വേണോ പീഡിപ്പിച്ചു. അതെ അതെ. അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഞാൻ ചേച്ചി നേരിട്ട് കണ്ടിട്ടില്ല. സ്കെൽറ്റാണോ? അല്ല, കുഴപ്പമില്ല. ഇത്തിരി ഇരുനിറമൊന്നുമല്ല, നല്ല കോട്ടൺ സാരി കൊടുത്ത്. ഓ, അതെങ്ങനെ? കോട്ടൺ സാരി എടുത്ത, കറുത്ത കോട്ടൺ സാരി ഉണ്ട് ചേച്ചി. കറുത്തതുണ്ട്, ചുവപ്പ് കോട്ടൺ സാരി ഉണ്ട്. സ്കെൽറ്റ് ഇരുനിറം. ഇരുനിറമല്ല, വെളുപ്പാണ്. നല്ല ചുരുണ്ട മുടി. ആ അതെ 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 ആണല്ലോ, ചുരുണ്ട മുടിയാണല്ലോ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അപ്പൊ അതാണ് നിങ്ങൾ മെനഞ്ഞല്ല കഴിഞ്ഞ തിങ്കളാഴ്ച ഇടന്ന് കോവളത്തോട്ട് പോയി നിങ്ങളെ പണ്ഡിതരൊക്കെ. കോവളത്ത് പോകുമ്പോ ചുരുണ്ട മുടിയും കൊണ്ടുപോകും, കള്ളിക്കാട് ഡാമിൽ പോകുമ്പോ കോലം മുടിയും കൊണ്ടുപോകും. ചിലപ്പോ ഞാന് പിന്നെ കുമരകത്ത് പോകും. അപ്പോഴത്തേക്ക് ഇത്തിരി ബോബ് ചെയ്ത ഒരു പെണ്ണിനെയാണ് കൊണ്ടുപോകണത്. അതിന് വല്ല കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് ഒരു അറിയിപ്പിന് വേണ്ടി ഒരു വേദിയാക്കി പറഞ്ഞു എന്നുള്ളത്. പിന്നെ ഞാനൊരു കാര്യം, ഇപ്പൊ സുമേഷിന് ഒരു കടയിൽ കയറാൻ പേടിയാണ്, അല്ലെങ്കിൽ വഴിയിൽ നിന്നൊരു സ്ത്രീയെ കാണുമ്പോൾ പേടിയാണ്. ഞാൻ എന്നെ വഴിയിൽ നിന്ന് ആര് കൈ കാണിച്ചാലും, ഈ മറ്റേ അപ്പട്ടുവായന്മാര് കൈ കാണിച്ചാൽ ഞാൻ നിർത്തൂല.
ഞാൻ ഏത് പെണ്ണുങ്ങളെ കൈ കാണിച്ചാലും ഞാൻ കയറ്റിക്കൊണ്ട് പോവും. അപ്പോൾ അവർ പറയും ചേട്ടാ ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റ് പോട്ട് 500 രൂപയല്ലേ പോവുള്ളൂ, എന്നാലും കൊച്ചിൻ്റെ സമയത്തിന് ഞാൻ കൊണ്ട് അവിടെ എത്തിക്കും. എൻ്റെ ലോല ഹൃദയമായതുകൊണ്ട്. ശരി, ഓക്കെ, സമ്മതിച്ചു. ആരെങ്കിലും ഇതേപോലെ പീഡന കേസും കൊടുത്തിട്ട് പിന്നെ ഈ പടി കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, ശരി, എന്നെ പീഡിപ്പിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ.